ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വരുന്നിരിക്കുന്നത് ഒരു ഷോപ്പ് വർക്കാണ്. ഇപ്പോൾ ടോട്ടലി 5 സെറ്റ് ഉണ്ട്. എല്ലാം റെഡ്മിയുടെ നോട്ട് 10 സീരീസ് ആണ്. ഇതിൽ 4 റെഡ്മി നോട്ട് 10 പ്രോയും ഒരു 10S ആണ് ഉള്ളത്. ഇതിൻ്റെ എല്ലാത്തിൻ്റെ കംപ്ലൈൻറ്റ് ക്യാമറയാണ്. ക്യാമറ എടുക്കുമ്പോൾ എറർ മെസ്സേജ് വന്ന് ബാക്കായി പോലാണ്. ഇത് റെഡ്മി സീരീസിനും പോക്കോ സീരീസിനൊക്കെ കാണപ്പെടുന്ന കോമൺ കംപ്ലൈൻറ്റ്സ് ആണ്. അപ്പോൾ ഇതൊരു ഷോപ്പ് വർക്ക് ആയതുകൊണ്ട് തന്നെ അവർക്ക് സെക്കൻഡ് സെയിൽ ചെയ്യാനുള്ളതാണ്. അപ്പോൾ അവർ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് ഡെഡ് റിസ്ക് ഇല്ലാതെ ചെയ്തു കൊടുക്കാൻ. അപ്പോൾ നമുക്കിത് ഡെഡ് റിസ്ക് ഇല്ലാതെ 5 ഫോൺ ചെയ്തു കൊടുക്കാം. ഇതിപ്പോൾ 5 ഫോൺ ചെയ്യുന്നതിന് വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. ഓരോരോ ഫോണിൻ്റെ ഓരോ പാർട്ടായിട്ടാണ് ജസ്റ്റ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് CPU ചെയ്യാം. CPU ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ എന്താക്കണം, അതിൻ്റെ ചുറ്റുള്ള ഗ്ലൂ കട്ട് ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു 260 ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് 50 എയർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഒരിക്കലും പ്രഷർ കൊടുക്കരുത്. പ്രഷർ കൊടുത്താൽ ബോഡിയിൽ സ്ക്രാച്ച് വെക്കും. സ്ക്രാച്ച് വീണാൽ കണക്ഷൻസ് കട്ടാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ എന്താ പതുക്കെ മാത്രം കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് ഫ്ലക്സ് പേസ്റ്റ് അപ്ലൈ ചെയ്തതിന് ശേഷം 360 ടെമ്പറേച്ചറിൽ 50 എയർ സെറ്റ് ചെയ്തിട്ട് നല്ലവണ്ണം റൊട്ടേറ്റ് ചെയ്ത് CPUവിൻ്റെ മേലെ ഹീറ്റ് അടിക്കുക. അപ്പോൾ നമ്മൾ CPUവിൻ്റെ മേലെ അങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഹീറ്റ് അടിച്ച് ഒരു 40-50 സെക്കൻഡ് കഴിയുമ്പോൾ ജസ്റ്റ് CPU പൊക്കാനായിട്ട് ട്രൈ ചെയ്യുക. അപ്പോൾ ഈ ബ്ലേഡ് വെച്ച് പൊക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 3 പാർട്ടായിട്ടാണ് CPU പൊക്കേണ്ടത്. ഒന്ന് ഫസ്റ്റ് പാർട്ട്, പിന്നെ സെക്കൻഡ് പാർട്ട്, പിന്നെ ലാസ്റ്റ് പാർട്ടായിട്ട്. അപ്പോൾ പതുക്കെ മാത്രം ട്രൈ ചെയ്യുക. ഓവർ പ്രഷർ കൊടുക്കാതെ പൊന്തിച്ച് നോക്കുക. കാരണം ബോൾ മെൽറ്റായില്ലെങ്കിൽ നമ്മൾ പ്രഷർ കൊടുത്ത് പൊന്തിക്കുമ്പോൾ കണക്ഷൻസ് ഡാമേജ് ആണ് കൂടുതൽ സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മൾ മെല്ലെ CPU പൊക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം CPUവിൻ്റെ മേലേക്കും ഏറ്റവും കൂടുതൽ ഗ്ലൂ ഉണ്ടാവുക. ഇങ്ങനെ പൊക്കുമ്പോൾ CPUവിലാണ് അധികം ഗ്ലൂ കാണപ്പെടുക. ബോഡിൽ അത്ര അങ്ങോട്ട് ഗ്ലൂ ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് എന്താട്ടാ ബോർഡ് ക്ലീൻ ചെയ്യാം. ബോർഡ് ക്ലീൻ ചെയ്യാൻ നമ്മൾ അതിനുള്ളൊരു 350 ടെമ്പറേച്ചർ വെച്ചിട്ട് പഴയ ലൈറ്റ്സൊക്കെ പതുക്കെ അയൺ വെച്ച് എടുക്കുക. വളരെ പതുക്കെ എടുത്താൽ മതി. ഓവർ പ്രഷർ ഒന്നും കൊടുക്കാതെ തന്നെ എടുക്കുമ്പോൾ നൈസായിട്ട് ലെഡ്സൊക്കെ വരും. അപ്പോൾ നമുക്ക് ലെഡൊക്കെ എടുത്തതിന് ശേഷം മെല്ലെ വിക്ക് വെച്ച് ക്ലീൻ ചെയ്യാം. വിക്ക് വെച്ച് പതുക്കെ മാത്രം ക്ലീൻ ചെയ്യുക. വളരെ പ്രഷർ കുറച്ച് മാത്രം ക്ലീൻ ചെയ്തെടുക്കണം. ഒരിക്കലും പ്രഷർ കൊടുക്കരുത്. പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ ബോൾസ് ഒട്ടി പിടിക്കാൻ സാധ്യതയുണ്ട്. പാഡ്സ് ഡാമേജ് ആവാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ എന്താ പതുക്കെ പ്രഷർ കൊടുക്കാതെ മാത്രം പതുക്കെ ക്ലീൻ ചെയ്തെടുക്കുക. അപ്പോൾ വീഡിയോയിൽ ചിലപ്പം പ്രഷർ കൊടുക്കുന്നതായി തോന്നും. ഒരിക്കലും ഇല്ല. ഞാൻ വളരെ ലൈറ്റായിട്ട് പ്രഷർ കൊടുത്തിട്ടാണ് ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ ബോർഡ് ഒരു ഭാഗം ക്ലീൻ ചെയ്ത് മറ്റേ ഭാഗം ക്ലീൻ ചെയ്യുമ്പോൾ ഞാൻ തിരിച്ചു വെക്കുകയാണ്. എനിക്ക് കംഫർട്ടബിൾ ഇങ്ങനെ വെക്കുമ്പോഴാണ്. അതുപോലെ നിങ്ങൾക്ക് ഏത് ഭാഗത്താണോ കംഫർട്ടബിൾ വെച്ച് ക്ലീൻ ചെയ്യാൻ അതേമാതിരി വെച്ച് ക്ലീൻ ചെയ്യുക. ഒരിക്കലും ഒരു ഭാഗത്ത് വെച്ച് ക്ലീൻ ചെയ്യാൻ ശ്രമിക്കരുത്. അങ്ങനെ ശ്രമിച്ചാൽ എടുത്തുള്ള കമ്പോണൻസ് മിസ്സാവാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ശ്രദ്ധിച്ച് വളരെ പതുക്കെ ക്ലീൻ ചെയ്തെടുക്കുക. ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ലിക്വിഡ് ഇട്ടിട്ട് ഒന്ന് നല്ലപോലെ ബോർഡ് ക്ലീൻ ചെയ്യുക. വളരെ വൃത്തിയായി ക്ലീൻ ചെയ്യുക. വൃത്തിയായി ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് അടുത്തുള്ള കുറച്ച് ഗ്ലൂസ് ഒക്കെ ഉണ്ട്. അത് വളരെ പതുക്കെ കട്ട് ചെയ്ത് എടുക്കുക. ഗ്ലൂ കട്ട് ചെയ്യാനായിട്ട് ഒരു 260 ടെമ്പറേച്ചർ വെച്ച് 50 എയർ വെച്ചിട്ട് പതുക്കെ മാത്രം കട്ട് ചെയ്തെടുക്കുക. അടുത്തുള്ള കമ്പോണൻസ് മിസ്സാവാതെക്കാൻ വളരെ നന്നായി ശ്രദ്ധിക്കുക. മിസ്സായാൽ പിന്നെ വാല്യൂ നോക്കി എടുക്കലൊക്കെ വളരെ ബുദ്ധിമുട്ടാവും. അപ്പോൾ വളരെ പതുക്കെ പ്രഷർ കൊടുക്കാതെ മാത്രം കട്ട് ചെയ്തെടുക്കുക. പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ കമ്പോണൻസ് തട്ടിയ കമ്പോണൻസ് മിസ്സാവാൻ സാധ്യതയുണ്ട്. ബോർഡ് സ്ക്രാച്ച് ആവാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ വളരെ സമയമെടുത്ത് പതുക്കെ മാത്രം കട്ട് ചെയ്തെടുത്താൽ മതി. ഒരിക്കലും ധൃതി കൂട്ടി നമ്മൾ കട്ട് ചെയ്തെടുക്കരുത്. അപ്പോൾ പതുക്കെ ഗ്ലൂ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് കുറച്ചും കൂടെ ഫ്ലക്സ് പേസ്റ്റ് ആഡ് ചെയ്ത് കുറച്ച് PPD പേസ്റ്റ് ഇട്ടിട്ട് വീണ്ടും ബോർഡ് ക്ലീൻ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ക്ലീൻ ചെയ്യാനുള്ള കാരണം നമ്മൾ CPU റീഫിക്സ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ ബോഡിയിലേക്ക് അത് അപ്ലൈ ആയിരിക്കാനുള്ള സാധ്യത കൂടും. കാരണം പുതിയ ബോൾസ് ആവും, പുതിയ ലെഡ് ആവും. അപ്പോൾ നമുക്ക്
പെട്ടെന്ന് തന്നെ നമ്മളെ വർക്ക് കുറച്ച് കുറഞ്ഞു കിട്ടും ബുദ്ധിമുട്ട്. അപ്പോൾ നമുക്ക് എന്താ പതുക്കെ എല്ലാ ഭാഗത്തേക്കും ആ ഫ്ലെക്സ് PPD പേസ്റ്റും അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഏകദേശം എല്ലാ ഭാഗത്തും ആയതിനു ശേഷം നമുക്ക് വിഗ് വെച്ച് വീണ്ടും ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാ ഭാഗത്തും അപ്ലൈ ചെയ്തതിന് ശേഷം വിഗ് വെച്ച് ക്ലീൻ ചെയ്യാം. എല്ലാ ഭാഗത്തും PPD പേസ്റ്റ് ആയതിനു ശേഷം പതുക്കെ വിഗ് ഇട്ട് വീണ്ടും നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുക. വീണ്ടും ക്ലീൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഓവർ പ്രഷർ കൊടുക്കാതെ മാത്രം ക്ലീൻ ചെയ്തെടുക്കുക. ഇങ്ങനെ നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാം ഏകദേശം എല്ലാ ബോൾസും നല്ല പോലെ വിസിബിളായി വരുന്നത്. ഇങ്ങനെ ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ നമ്മുടെ ലിക്വിഡ് ഇട്ട് ക്ലീനിങ് ലിക്വിഡ് ഇട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ബോർഡ് വളരെ വൃത്തിയായിട്ട് തന്നെ ക്ലീൻ ആയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ലിക്വിഡ് ഇട്ട് ബോർഡ് എല്ലാ പേസ്റ്റും PPD പേസ്റ്റും എല്ലാം നമ്മൾ ക്ലീൻ ചെയ്തെടുക്കാൻ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ ബോർഡ് നല്ലവണ്ണം വൃത്തിയായത് നമുക്ക് കാണാൻ സാധിക്കും. കാരണം ഇത്രത്തോളം വൃത്തിയാവുന്നു അത്രത്തോളം തന്നെ നമ്മൾ CPU വെച്ച് റീഫിക്സ് ചെയ്യുമ്പോൾ നമുക്ക് റിസൾട്ട് പെട്ടെന്ന് തന്നെ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ എത്രത്തോളം ക്ലീൻ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നല്ല രീതിയിൽ തന്നെ ബോർഡ് ക്ലീൻ ചെയ്യുക. അതൊന്ന് വെച്ച് ഓവർ ക്ലീൻ ചെയ്ത് ലാസ്റ്റ് ബോർഡ് ഡാമേജ് ആവുന്ന രീതിയിൽ ക്ലീൻ ചെയ്യാതിരിക്കാൻ വളരെയേറെ ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മുടെ ബോർഡ് ഏകദേശം ക്ലീൻ ആയിട്ടുണ്ട്. CPU ബോർഡത്തെ എല്ലാ ഭാഗവും നമ്മൾ ക്ലീൻ ചെയ്തെടുത്തതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. എല്ലാ ഭാഗവും നല്ലവണ്ണം ക്ലീനായി നല്ല വൃത്തിയായിട്ടുണ്ട്. ഇനി നമുക്ക് CPU ആണ് ക്ലീൻ ചെയ്യാനുള്ളത്. CPU ക്ലീൻ ചെയ്യാനായിട്ട് നമ്മൾ ബ്ലോവറിൽ 260 ടെമ്പറേച്ചറും 50 എയറും വെച്ചിട്ടാണ് നമ്മൾ CPU ക്ലീൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്താ ആദ്യം പഴയ ലെഡ്സ് എല്ലാം അയൺ വെച്ച് ക്ലീൻ ചെയ്തെടുക്കുക. അതിനുശേഷം ബ്ലോവറിൽ ടെമ്പറേച്ചർ സെറ്റ് ചെയ്തതിനു ശേഷം മെല്ലെ എൽ ബ്ലേഡ് ഉപയോഗിച്ച് പതുക്കെ കട്ട് ചെയ്തെടുക്കുക. വളരെ പതുക്കെ കട്ട് ചെയ്തെടുക്കാൻ ശ്രമിക്കുക. സമയമെടുത്ത് പതുക്കെ കട്ട് ചെയ്തെടുത്താൽ മതി. ധൃതി കൂട്ടി കട്ട് ചെയ്തെടുക്കേണ്ട. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ബോൾസ് ഡാമേജ് ആവാൻ പാഡ്സ് ഡാമേജ് ആവാൻ വളരെയേറെ സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ പതുക്കെ മാത്രം പ്രഷർ കുറച്ച് പതുക്കെ കട്ട് ചെയ്തെടുക്കും. ഫസ്റ്റ് ട്രൈ ചെയ്യുന്നവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും. അപ്പോൾ നമ്മൾ മാക്സിമം സമയം എടുത്തിട്ട് മാത്രം കട്ട് ചെയ്തെടുത്താൽ മതി. ധൃതി കൂട്ടി കട്ട് ചെയ്തെടുക്കാതെ ഓവർ പ്രഷർ കൊടുക്കാതെ പതുക്കെ 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 മാത്രം കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ കട്ട് ചെയ്യുന്ന ഭാഗത്തേക്ക് ബ്ലോവർ വെച്ച് ഹീറ്റ് അപ്ലൈ ചെയ്താൽ മതി. അപ്പം പെട്ടെന്ന് തന്നെ കട്ട് ചെയ്ത് വരും. അപ്പോൾ ഏകദേശം ഗ്ലൂ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഗ്ലൂ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് വിഗ് വെച്ച് ക്ലീൻ ചെയ്യലാണ്. അപ്പോൾ ഇനി കുറച്ച് ഗ്ലൂ അവിടെ ഇവിടെ ഉണ്ടെങ്കിൽ വിഗ് വെച്ച് നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ തന്നെ ആ ഗ്ലൂവും കൂടെ ക്ലീൻ ആയിക്കോളും. അപ്പോൾ വിഗ് വെച്ച് ക്ലീൻ ചെയ്യുമ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ പ്രഷർ കുറച്ച് വളരെ പതുക്കെ മാത്രം ക്ലീൻ ചെയ്യുക. കാരണം CPU പെട്ടെന്ന് പാഡ്സ് ഡാമേജ് ആവാൻ സാധ്യതയുള്ള ഒരു സാധനമാണ്. അപ്പോൾ നമ്മൾ ഓവർ പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ CPUവിൻ്റെ കോട്ടിങ് നഷ്ടപ്പെടും. കോട്ടിങ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ റീബോൾ ചെയ്യുമ്പോൾ ബോൾസ് ഒട്ടിപ്പിടിക്കാൻ സാധ്യത കൂടും. അപ്പോൾ വളരെ പതുക്കെ മാത്രം ക്ലീൻ ചെയ്ത് എടുക്കുക. അപ്പോൾ നമ്മൾ ലിക്വിഡ് വെച്ച് വളരെ വൃത്തിയിൽ ക്ലീൻ ചെയ്യാൻ ഏകദേശം ക്ലീൻ ചെയ്തതിന് ശേഷം CPU ഇപ്പോൾ ക്ലീനിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് CPU നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും CPUവിൻ്റെ എല്ലാ ബോൾസും നല്ലപോലെ വിസിബിൾ ആയിട്ടുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ വിസിബിൾ ആയില്ലെങ്കിൽ നമ്മൾ റീബോൾ ചെയ്യുമ്പോൾ ബോൾസ് ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് വളരെ കുറയും. അപ്പോൾ നമുക്ക് എന്താ പതുക്കെ ഈ സ്റ്റീൽ ബ്രഷ് വെച്ചിട്ട് കുറച്ച് ലിക്വിഡ് ക്ലീനിങ് ലിക്വിഡ് അപ്ലൈ ചെയ്തതിനു ശേഷം പതുക്കെ ഓവർ പ്രഷർ കൊടുക്കാതെ വളരെ ലൈറ്റായിട്ട് മാത്രം വിസിബിൾ ആവാത്ത ഭാഗത്തെ ബോൾസ് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക. അപ്പം വളരെ വൃത്തിയിൽ അങ്ങനെ റബ്ബ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പതുക്കെ പതുക്കെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും CPUവിൻ്റെ എല്ലാ ബോൾസും നല്ലപോലെ വിസിബിളായി വരുന്നത്. അപ്പോൾ നല്ലപോലെ അങ്ങനെ വിസിബിളായി കഴിഞ്ഞതിന് ശേഷം മാത്രം റീബോൾ ചെയ്യാൻ ശ്രമിക്കുക. കാരണം അല്ലെങ്കിൽ ചില പാഡ്സ് ഒട്ടിപ്പിടിക്കാൻ വളരെയേറെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം CPU എങ്ങനെ ഉണ്ടെന്ന് നോക്കാം.
CPU ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് നോക്കാം. CPUവിൻ്റെ എല്ലാ ബോൾസും വളരെ വൃത്തിയിൽ വിസിബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത പ്രോസസ്സ് വരുന്നത് CPU റീബോൾ ചെയ്യലാണ്. അപ്പോൾ CPU റീബോൾ ചെയ്യാനായിട്ട് ഒരു ടിഷ്യൂ പേപ്പറിൽ CPU വെച്ചതിന് ശേഷം സ്റ്റെൻസിൽ മേലെ വെച്ച് മെക്കാനിക്കിൻ്റെ 183 PPD ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ റീബോൾ ചെയ്യുന്നത്. അപ്പോൾ റീബോൾ ചെയ്യാൻ നമ്മൾ സ്റ്റെൻസിൽ വെച്ചതിന് ശേഷം 2 ഫിംഗർ 2 സൈഡിലായിട്ട് വെച്ച് നല്ലവണ്ണം ഒന്ന് ജസ്റ്റ് പ്രഷർ കൊടുത്ത് അതങ്ങനെ വെച്ച് കഴിഞ്ഞാൽ സ്റ്റെൻസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി മാറാനുള്ള സാധ്യത കുറയും. അപ്പോൾ തന്നെ നമുക്ക് വളരെ വൃത്തിയിൽ CPU റീബോൾ ചെയ്തെടുക്കാൻ കഴിയും. ഇപ്പോൾ 2 ഫിംഗർ വെച്ച് PPD പേസ്റ്റ് അപ്ലൈ ചെയ്ത് എന്നതിന് ശേഷം ട്യൂസർ വെച്ച് നമുക്ക് സ്റ്റെൻസിലിനെ പിടിച്ചു നിർത്തുക. അതിന് ശേഷം ബ്ലോവറിൽ 260 ടെമ്പറേച്ചർ വെച്ച് ഒരു 10 ഹെയർ വെച്ചാൽ മതി. കാരണം ഓവർ ഹെയർ വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ട്രൈ ചെയ്യുന്നവർക്ക് ചിലപ്പോൾ ബോൾസൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് വരാനുള്ള സാധ്യത കൂടും. അപ്പോൾ നമ്മൾ എന്താട്ടാ പതുക്കെ ഹെയർ കുറച്ച് പതുക്കെ മാത്രം റീബോൾ ചെയ്തെടുക്കുക. ഇപ്പോൾ ചിലപ്പോൾ PPD ഒന്ന് മെൽട്ടായി വരാനുള്ള കുറച്ച് സമയം എടുക്കും, കാരണം നമ്മൾ ടെമ്പറേച്ചർ കുറച്ച് വെച്ചിരുന്നതുകൊണ്ട് തന്നെ. പക്ഷേ അതാവുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് ട്രൈ ചെയ്യണമല്ലാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടാൻ സാധ്യത കൂടുതലാവും. അപ്പോൾ പതുക്കെ നമ്മൾ എന്താട്ടാ CPU റീബോൾ ചെയ്ത് എടുക്കുക. CPU റീബോൾ ആയതിനു ശേഷം നമുക്ക് എന്താട്ടാ വീണ്ടും കുറച്ചുകൂടെ PPD അതിൻ്റെ മേലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹൈറ്റ് കൂടിക്കണ ബോൾസ്, അതുപോലെ ഒട്ടാതെ പോയ ബോൾസ്, അങ്ങനത്തെ ഒക്കെ വീണ്ടും PPD അപ്ലൈ ചെയ്ത് നമ്മൾ ഹീറ്റ് അടിക്കുമ്പോൾ നല്ല രീതിയിൽ എല്ലാം പെർഫെക്റ്റായിട്ട് വളരെ വൃത്തിക്ക് തന്നെ റീബോളായി കിട്ടാനുള്ള സാധ്യത കൂടും. അപ്പോൾ നമുക്ക് എന്താ സെക്കൻഡ് ടൈമും അതുപോലെ തന്നെ PPD അപ്ലൈ ചെയ്തതിന് ശേഷം സെയിം ടെമ്പറേച്ചർ വെച്ച് CPU വീണ്ടും റീബോൾ ചെയ്തെടുക്കുക. അങ്ങനെ റീബോൾ ചെയ്തെടുത്തതിന് ശേഷം എന്താ ചില ബോൾസ് ഹൈറ്റ് കൂടും കുറയും, അങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ഒരു ബ്ലേഡ് വെച്ച് അത് കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ സർജിക്കൽ ബ്ലേഡ് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. പതുക്കെ വളരെ നൈസായിട്ട് പ്രഷർ കൊടുക്കാത്ത രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്തതിന് ശേഷം വീണ്ടും അതേ ടെമ്പറേച്ചറിൽ വെച്ചിട്ട് തന്നെ നമ്മൾ CPU റീബോൾ ചെയ്താൽ മതി. എല്ലാ ബോൾസും ഒട്ടും ചെയ്യും. ഹൈറ്റ് കൂടുതലും കുറവുള്ള പ്രോബ്ലംസോ ഒന്നും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ വളരെ വൃത്തിക്ക് തന്നെ നമുക്ക് CPU റീബോളായി കിട്ടാൻ ചാൻസ് കൂടും. അപ്പോൾ നല്ല രീതിയിൽ എല്ലാ ഭാഗവും കട്ട് ചെയ്തെടുക്കുക. CPU മെല്ലെ സ്റ്റെൻസിൽ നിന്ന് ഊരിയെടുക്കുക. അതിനുശേഷം സെയിം ടെമ്പറേച്ചറിൽ തന്നെ ബ്ലോവർ വെച്ചിട്ട് ഒന്നും കൂടെ അതിൻ്റെ മേലേക്ക് ഹീറ്റ് അപ്ലൈ ചെയ്യുക. അപ്പം നമുക്ക് കാണാൻ സാധിക്കും എല്ലാ ബോൾസും വളരെ പെർഫെക്റ്റായിട്ട് CPUയിലേക്ക് ഇരിക്കുന്നത് കാണാൻ സാധിക്കും. അങ്ങനെ ആയതിനു ശേഷമുള്ള CPU ആണ് ഇപ്പോൾ നമ്മളിത് കാണുന്നത്. പെർഫെക്റ്റായിട്ട് എല്ലാ ബോൾസും വളരെ ക്ലിയറായിട്ട് സെയിം ഹൈറ്റിലും ഒരു ബോൾസ് ഒട്ടാത്ത പ്രോബ്ലംസ് ഒന്നും ഇല്ലാതെ തന്നെ വളരെ വൃത്തിക്ക് CPU റീബോളായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് CPU ഫിക്സ് ചെയ്യലാണ് പണി. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ചെയ്തു വെച്ച CPU ആണ്. എല്ലാ ബോർഡിൻ്റെ ഊരി റീബോൾ ചെയ്ത് വെച്ച വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അത് Redmi 10S ആണ് ഫസ്റ്റ് കാണുന്നത്. ബാക്കിയൊക്കെ 10 Pro സീരീസിൻ്റെ ആണ്. അപ്പോൾ CPU ഇനി അടുത്തത് CPU റീഫിക്സ് ചെയ്യലാണ്. റീഫിക്സ് ചെയ്യാനായിട്ട് നമുക്ക് റോസിന് ബോർഡിൽ അപ്ലൈ ചെയ്യണം. റോസിന് ബോർഡിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ബോർഡിലേക്ക് മെല്ലെ CPU വെക്കാം. CPU വെക്കുമ്പോൾ അതിൻ്റെ പൊസിഷൻ നോക്കി മാത്രം വയ്ക്കുക. നല്ല രീതിയിൽ ബോർഡിലേക്ക് CPU വെച്ചതിന് ശേഷം CPU നമ്മൾ ഊരാൻ ഉപയോഗിച്ച അതേ ടെമ്പറേച്ചറിൽ തന്നെ
വീണ്ടും റീഫിക്സ് ചെയ്യുക. അപ്പോൾ CPU എല്ലാ ഭാഗവും പെർഫെക്റ്റ് ആയിട്ട് നോക്കി തന്നെ ബോർഡിലേക്ക് വെക്കുക. എല്ലാ ഭാഗവും ഓക്കെ ആണെന്ന് നോക്കിയതിന് ശേഷം ബ്ലോവർ വെച്ച് ഹീറ്റ് അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ കാണുന്ന ബോർഡ് റെഡ്മി 10S ബോർഡാണ്. CPU റീഫിക്സ് ചെയ്യുന്ന വീഡിയോ കാണിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മീഡിയാടെക്കിൻ്റെ CPU ആണ്. അപ്പോൾ നമുക്ക് ബ്ലോവർ വെച്ച് ഹീറ്റ് അപ്ലൈ ചെയ്യാം അടുത്തതായിട്ട്. അപ്പോൾ ഹീറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ CPU ഊരാൻ ഉപയോഗിച്ച അതേ മെത്തേഡ് തന്നെയാണ്. നല്ലവണ്ണം റൊട്ടേറ്റ് ചെയ്ത് ഹീറ്റ് CPUയിലേക്ക് അപ്ലൈ ചെയ്യുക. അങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു 40 സെക്കൻഡൊക്കെ കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും CPU ബോർഡിലേക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ട് ഒരു ഷെയ്ക്കായിട്ട് ഇരിക്കുന്നത്. അങ്ങനെ ഷെയ്ക്കായിട്ട് ഇരുന്നതിന് ശേഷം നമ്മൾ എന്താക്കണം, ഒരു ടൂസർ വെച്ച് ജസ്റ്റ് ഒന്നുകൂടെ CPU ഷെയ്ക്ക് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ CPU ഷെയ്ക്കായി വീണ്ടും അതേ പൊസിഷനിലേക്ക് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഉറപ്പിക്കാം നല്ല രീതിയിൽ CPU ബോർഡിൽ ഫിക്സ് ആയിട്ടുണ്ടെന്ന്. CPU ഇപ്പോൾ നല്ല രീതിയിൽ ബോർഡിൽ റീഫിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാ ഫോണിൻ്റെ റിസൾട്ട് എന്താണെന്നൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മൾ ചെയ്ത 5 ഫോണിൻ്റെ ക്യാമറ വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ടോട്ടലി 5 സെറ്റായിരുന്നു. 5 സെറ്റും വിത്തൗട്ട് ഡെഡ് റിസ്ക് തന്നെ നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള വർക്കുകൾക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. താങ്ക് യു.